നമസ്കാരം. സ്കിസോഫ്രീനിയ എന്ന മനോരോഗത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ പോസിറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കിയത്. ഇന്ന് നെഗറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ്, മറ്റു രോഗലക്ഷണങ്ങൾ ഈ രോഗത്തിൽ എന്തൊക്കെയാണ് കണ്ടുവരുന്നത് എന്ന് നോക്കാം. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആവശ്യമായ ചില സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അവസ്ഥയാണ്. ഉദാഹരണത്തിന് സംസാരിക്കാനുള്ള വൈഭവം, സ്പീച്ച് ഔട്ട്പുട്ട് കുറഞ്ഞു പോവുക, പദസമ്പത്ത് കുറഞ്ഞു പോവുക, സംസാരം പാടെ തന്നെ ചിലപ്പോൾ ഇല്ലാതെയാകുക, അല്ലെങ്കിൽ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. രണ്ടാമതായിട്ട് ഗോൾ ഡയറക്റ്റഡ് ആക്ടിവിറ്റീസ് ഇല്ലാതെയാകുക, ലക്ഷ്യബോധമില്ലാതെ പെരുമാറുക, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വര ഉള്ളിൽ നിന്നും വരാതെ ഇരിക്കുക, അതായത് മോട്ടിവേഷൻ ഇല്ലാതെ ഇരിക്കുക, ഒരുപക്ഷെ കുളിക്കാനോ നനയ്ക്കാനോ അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള ശുചിത്വം പോലും പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് വിമുഖത കാണിക്കുക, സോഷ്യലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരിക, എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റു ചടങ്ങുകളോ സുഹൃത്തുക്കളായിട്ടുള്ള കണ്ടുമുട്ടലിനോ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയിലോ ഒക്കെ പോകാൻ വിസമ്മതിക്കുക, എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ വീട്ടിനുള്ളിൽ തന്നെ അടഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുക. അടുത്തതെന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന പല പ്രവൃത്തികളും ഒട്ടും ആസ്വദിക്കാൻ പറ്റാതെ വരിക. മുൻകാലങ്ങളിൽ സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായി അത് സന്തോഷം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതൊട്ടും സന്തോഷിക്കാൻ പറ്റാത്ത, ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുത്തിരിയുക. ഇതൊക്കെയും തന്നെ നെഗറ്റീവ് സിംറ്റംസിൽ വരുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്ലണ്ടഡ് അഫക്റ്റ് ആണ്. അതായത് മുഖത്ത് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മാത്രം വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം. മറ്റു ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് നോക്കാം. സ്കിസോഫ്രീനിയ രോഗം ഉള്ളവർക്ക് അവരുടെ തോട്ട് പ്രോസസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വളരെയധികം പാളിച്ചകൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, അതായത് അസംഘടിതമായ ചിന്താശേഷിയാണ് അവർക്കുള്ളത്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് കൂടെ ചേർത്ത് പറയുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്നും വഴുതി മാറി മറ്റു പല ടോപ്പിക്കുകൾ കടന്നു വരിക, ഒന്നിൽ തുടങ്ങി മറ്റൊന്നിൽ അവസാനിക്കുക, ഒരുപക്ഷെ ചോദിക്കുന്നതിന്റെ ഉത്തരമായിരിക്കില്ല അവർ പറയുന്നത്. ഇങ്ങനെ അസംഘടിതമായ ഒരു ഭാഷാ ശൈലി അല്ലെങ്കിൽ അസംഘടിതമായ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സ്കിസോഫ്രീനിയയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗുരുതര മനോരോഗമാണ് എന്ന് തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചികിത്സ കൊടുക്കേണ്ടതും ആവശ്യമാണ്. കാരണം പോസിറ്റീവ് സിംറ്റംസ് നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമുള്ളതാണ്. നേരെ മറിച്ച് നെഗറ്റീവ് സിംറ്റംസ് സെറ്റിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാനായിട്ട് നന്നേ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, അതൊരു മനുഷ്യന്റെ ഫങ്ഷണൽ ലെവലിനെ സാരമായി ബാധിക്കും. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം, സ്വയം പര്യാപ്തത ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, പ്രൊഡക്ടിവിറ്റിയെയും അത് സാരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. അറ്റ് ദ ഏർലിയസ്റ്റ് ചികിത്സിച്ചെങ്കിൽ മാത്രമേ ഔട്ട്കമും ബെറ്റർ ആയിട്ട് വരികയുള്ളൂ. നന്ദി.